നമസ്കാരം. ആര് തെറ്റ് ചെയ്താലും അത് തുറന്നു കാണിക്കുന്നതാണ് പത്രപ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജുഡീഷ്യറിയിലായാലും രാഷ്ട്രീയ രംഗത്തായാലും പോലീസ് രംഗത്തായാലും മറ്റേത് രംഗത്തായാലും ശരി, രേഖകളുണ്ടെങ്കിൽ ആരെക്കുറിച്ചും വാർത്ത ചെയ്യാം. പ്രസിഡന്റിനെ കുറിച്ച് ഒഴികെ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് വാർത്ത ചെയ്യാൻ പറ്റുന്നത്. പ്രധാനമന്ത്രിയെക്കുറിച്ചും അതേപോലെ ഉപപ്രധാനമന്ത്രിയെക്കുറിച്ചും മറ്റു മന്ത്രിമാരെക്കുറിച്ചും ഒക്കെ നമുക്ക് വാർത്ത ചെയ്യാം. ജഡ്ജിമാരെ കുറിച്ചും വാർത്ത ചെയ്യാം. ജഡ്ജിമാരെ കുറിച്ച് വാർത്ത ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പലരും പറയുന്നതെങ്കിലും പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ജഡ്ജി ആയിരുന്ന രഞ്ജൻ ഗൊഗോയിയും അതേപോലെ ബോബ്ഡെയും രമണയെയും, അതായത് 3 പേര് തുടർച്ചയായിട്ട് വരുന്ന ആളുകളെ, അപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് വരാൻ പോകുന്ന ആള് എൻ്റെ അടുത്ത ആൾ, 3 പേരെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രത്യേക പതിപ്പ് ഇംഗ്ലീഷിന്റെ ക്രൈമിന്റെ പതിപ്പിൽ ഞാൻ പ്രസിദ്ധീകരിക്കേണ്ടായി. ഇന്ത്യയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു പ്രസിദ്ധീകരണമായിരുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിച്ചതിനെതിരെ ഒരു നടപടിയും എനിക്കെതിരെ വരാതിരുന്നത് സ്വാഭാവികം. കോടതി ലക്ഷ്യ കേസോ മറ്റുള്ള കേസുകളൊക്കെ എനിക്ക് വരേണ്ടതായിരുന്നു, അനങ്ങിയിട്ടില്ല. കാരണം അതിൽ പറയുന്ന കാര്യങ്ങളും വസ്തുതാപരമായിരുന്നു. ആ വസ്തുതാപരമായതുകൊണ്ടാണ് എനിക്കെതിരെ യാതൊരു നടപടിയും, കോടതി ലക്ഷ്യ കേസോ മറ്റു കേസുകളോ ഡിഫമേഷൻ കേസുകളോ ഒന്നും തന്നെ എനിക്ക് വരാതിരുന്നത്. മാത്രമല്ല ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും പല ഭാഗത്തു നിന്ന് പോലും എനിക്ക് അനുമോദനങ്ങൾ വരികയുണ്ടായി. നിരവധി അഡ്വക്കേറ്റ്മാർ എന്നെ വിളിച്ചതെല്ലാം പറഞ്ഞത് സത്യമാണെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അറിയിക്കുകയുണ്ടായി. അപ്പൊ ഒരു പത്രപ്രവർത്തകന് ഏറ്റവും സന്തോഷം എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുള്ള ആൾ കാണിക്കുന്ന അഴിമതിയോ തട്ടിപ്പോ നിയമവിരുദ്ധമായ കാര്യങ്ങളോ തുറന്നു കാണിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന ഇത് സത്യമാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ്. ഇപ്പോൾ ഇതാ ഞാനൊരു ജഡ്ജിയെ കുറിച്ച്, ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരള ഹൈക്കോടതി ജഡ്ജി അല്ല, തമിഴ്നാട് ഹൈക്കോടതി, അതായത് ചെന്നൈ ഹൈക്കോടതിയിലെ ജഡ്ജ് ഷമീൻ അഹമ്മദിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വാർത്ത ചെയ്യുന്നത്. ഷമീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അലഹബാദിലാണ് ആദ്യമായിട്ട് ഒരു അഡ്വക്കേറ്റായി മാറുന്നത്. പിന്നീട് അദ്ദേഹം ജഡ്ജ് ആവുന്നതും അവിടെ തന്നെയാണ്. അദ്ദേഹം ഏറ്റവും പേരെടുത്ത ഒരു ജഡ്ജാണ് എന്നൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഏറ്റവും അധികം കൃത്യമായി അദ്ദേഹം വിധികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചെന്നൈ കോർട്ടിൽ നിന്നും അലഹബാദ് കോർട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. പക്ഷെ അദ്ദേഹം ചതിക്കപ്പെട്ടതാണോ എന്നറിയില്ല, അല്ല അറിഞ്ഞുകൊണ്ട് വന്നതാണോ അറിയില്ല. ഇപ്പോൾ വലിയൊരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്, അതും കേരളത്തിൽ. അദ്ദേഹം പെട്ടിരിക്കുന്നത് 2 വിവാദ വ്യവസായികളുടെ കൂടെ ഈ അടുത്ത കാലത്ത് ഇവിടെ വരികയും ഒരു വ്യവസായിയുടെ തട്ടിപ്പുകാരനായ പല കേസുകളുമുള്ള എൻഫോഴ്സ്മെന്റ് കേസ് എടുത്തിട്ടുള്ള, അതേപോലെ പലരെയും പറ്റിച്ച് പല തട്ടിപ്പുകളും നടത്തിയിട്ടുള്ള ഒരു ആളും അതേപോലെ ഒരു കൊലപാതക കേസിലെ പ്രതിയുമായ മറ്റൊരാളും, 2 വിവാദ വ്യവസായികളാണ്, പാലക്കാടുകാരാണ്. ആ പാലക്കാടുകാരായ 2 പേരുടെയും വീടുകളിൽ പോവുകയും അതേപോലെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് മലമ്പുഴയിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. മലമ്പുഴ ഡാം കാണാൻ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പേര് ഷമീൻ അഹമ്മദ് എന്നാണ് പേര്. ഒരു സാധാരണ ജഡ്ജ്, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും മറ്റു ബിസിനസ്സുകാരുടെ, അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബിസിനസ്സുകാരുടെ ചടങ്ങുകളിലേക്കെല്ലാം പോകുമ്പോൾ ആ ബിസിനസ്സുകാരൻ ആരാണെന്നൊരു അന്വേഷണം നടത്തും. ഇന്റലിജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. ആ അന്വേഷിച്ച് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലുള്ള ജഡ്ജ്, അലഹബാദിലുള്ള ജഡ്ജ് കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ആ ബിസിനസ്സുകാരെ കുറിച്ച്, ആരൊക്കെയാണോ കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് വാങ്ങും. അവരേതെങ്കിലും കളങ്കിതരാണെങ്കിൽ അവിടേക്ക് പോവുകയേയില്ല. ഒരു ജഡ്ജിയുടെ മൂല്യത എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന ആരെയാണ്? ജഡ്ജിമാരെയാണ്, ജുഡീഷ്യറിയെയാണ്. ഏറ്റവും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ജുഡീഷ്യറി മാത്രമാണ് വിശ്വാസമുള്ള എനിക്കൊക്കെ. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ ഉള്ള ആളുകളെ ഒന്നും പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ പലപ്പോഴും അഴിമതിയുടെ ചളിക്കുണ്ടിലാണ് നിൽക്കുന്നത്. ജുഡീഷ്യറിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി തന്നത്. കാരണം പല കേസുകൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ ജുഡീഷ്യറിയാണ് എന്നെ രക്ഷപ്പെടുത്തിയുള്ളത്. അത്രയും ജുഡീഷ്യറിയുടെ എനിക്ക് ബഹുമാനമാണ്. അപ്പോൾ ജുഡീഷ്യറിയിലുള്ള ഒരു ജഡ്ജിയെക്കുറിച്ച്, തമിഴ്നാട്ടിലെ ജഡ്ജിയെക്കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്യുമ്പോൾ 100% സത്യസന്ധമാവണം എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യത്തിന് അടിസ്ഥാനപരമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. ഇന്നലെ ഈ വാർത്ത ഞാൻ ചെയ്തപ്പോൾ, അതായത് 2 മന്ത്രിമാരും ഒരു ജഡ്ജിയും ഒരു DGPയും
രണ്ട് ബിസിനസ്സുകാരുടെ, രണ്ട് വിവാദ വ്യവസായികളുടെ വീടുകളിലും അവരുടെ പരിപാടികളിലെല്ലാം ഫംഗ്ഷനുകളിലെല്ലാം പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഈ രണ്ട് ഇവരെ ഈ രാഷ്ട്രീയ മന്ത്രിമാർക്കോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. അതിൽ പ്രശ്നമുണ്ടാകുന്നത് ജഡ്ജിക്കാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് മാത്രമല്ല ക്രെഡിബിലിറ്റിക്ക് കോട്ടം പറ്റും. അദ്ദേഹം പിന്നെ ഒരു ജഡ്ജിയായിരിക്കാൻ യോഗ്യനല്ലാതായി വരുന്നു. പലരുടെയും പക്ഷപാതപരമായ കാര്യങ്ങൾക്ക് അദ്ദേഹം വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള ആരോപണം ഉയരും. അദ്ദേഹം എവിടെ ഷമീൻ അഹമ്മദ് എന്റെ അന്വേഷണത്തിൽ ഏറ്റവും മാന്യനായ ജഡ്ജിയാണ്, അദ്ദേഹം യാതൊരു കളങ്കിതമായ ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവിടുത്തെ ചെന്നൈയിലെ അഭിഭാഷകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അഹമ്മദാബാദിലെ അഭിഭാഷകരും എന്നോട് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കളങ്കിതരായ ഈ ബിസിനസ്സുകാരുടെ വീടുകളിലും അതേപോലെ അവരുടെ വിവാഹ ചടങ്ങുകളിലും അവരോട് ബന്ധപ്പെട്ട വിവാഹ ചടങ്ങുകളിലും അതേപോലെയുള്ള സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം പങ്കെടുത്തത്, അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചത്, അവരുടെ കാറുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ, അതായത് കേരള പോലീസിനെ പരിപൂർണമായി ഒഴിവാക്കി തമിഴ്നാട് പോലീസിനെ മാത്രം കൂടെ നിർത്തി മനഃപൂർവ്വം യാത്ര ചെയ്തത്, ഇത് വളരെ ഗുരുതരമായ തെറ്റാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. വളരെ ഗുരുതരമായ കാരണം അദ്ദേഹം ഇവിടെ ജഡ്ജിയായി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കേരള പോലീസിന്റെ സെക്യൂരിറ്റി സ്വാഭാവികമാണ്. എന്നാൽ കേരള പോലീസിനെയൊക്കെ ഒഴിവാക്കി അദ്ദേഹം വിവാദ വ്യവസായികളുടെ വീട്ടിൽ പോവുകയും അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അങ്ങനെ വളരെ രഹസ്യമായ ഒരു യാത്ര ചെയ്തത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. കഴിഞ്ഞ 22-ാം തീയതി 23-ാം തീയതിയാണ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ചെന്നൈ ഹൈക്കോടതി ജഡ്ജായ ജസ്റ്റിസ് ഷമീൻ അഹമ്മദ് കേരളത്തിൽ വന്നിരുന്നത്. അദ്ദേഹം ആദ്യം കൊടുങ്ങല്ലൂർ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുംബൈയിലും അതേപോലെ സൗദി അറേബ്യയിലും അടക്കം കാർ ഷോറൂമുകളും അതേപോലെ ടൂർസ് ആൻഡ് ട്രാവൽസും ഉള്ള ഒരു അതേപോലെ എഡ്യൂക്കേഷൻസ് വ്യാജമായ പല തട്ടിപ്പുകൾ നടത്തുന്ന ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമുള്ള ഒരു വ്യവസായിയുടെ ഫംഗ്ഷന് ആണ് എത്തിയത്. ആ വ്യവസായിയുടെ സഹോദരന്റെ മകളുടെ കല്യാണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം രാത്രി ഭക്ഷണത്തിന് പ്രത്യേകമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്ഷണിക്കുകയും രഹസ്യ യാത്ര നടത്തുകയും ചെയ്തു. ഒന്നാമത്തെ അതാണ്. ഈ പറയുന്ന വ്യവസായിയുടെ പേരിലുള്ള വലിയ തട്ടിപ്പുകൾ ക്രൈം തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ആ തട്ടിപ്പുകാരനായ വ്യവസായി ആരാണെന്നുള്ളത് ഞാൻ നാളെ വെളിപ്പെടുത്താം. അദ്ദേഹത്തിന്റെ തട്ടിപ്പുകളിൽ കുടുങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ കൃത്യമായി തെളിവുകൾ സഹിതം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യവസായിയുടെ പേരിലുള്ള ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കേസുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് കേസുകളും ഒക്കെ ആരോപണങ്ങളുമുള്ള ഒരാൾക്ക് ആളുടെ ഒരു കല്യാണത്തിന് പോവുക, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചടങ്ങിന് പോവുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ്. ജസ്റ്റിസിന്റെ എല്ലാ തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും നശിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ജഡ്ജ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് രാജിവെച്ചു പോകേണ്ട ഒരു കാര്യം കൂടി വരുന്നത്. കാരണം നിഷ്പക്ഷനായ ഒരാളായിരിക്കണം ജഡ്ജ്. യാതൊരു തരത്തിലും കളങ്കമുണ്ടാകരുത്. ഒരു കളങ്കിതനായ ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന്റെ പേഴ്സണലായ രഹസ്യ സംഭാഷണം നടത്തുകയും രാത്രി സൽക്കാരത്തിന് പോവുകയും സഹോദരന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യാപകമായ ആരോപണമുള്ള സ്കൂളിന്റെ ഒരു ചടങ്ങിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമായ, കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ വലിയ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല കേരള പോലീസിനെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ളതാണ്. അതിനുശേഷം പാലക്കാട് തന്നെയുള്ള ഈ രണ്ടുപേരും പാലക്കാട് ബിസിനസ്സുകാരാണ്. ഈ പാലക്കാട് ജനിച്ചോ വളർന്നു. 5 പൈസ ഗതിയില്ലാതെ ഇരുന്ന ആൾക്കാർ തട്ടിപ്പിലും വെട്ടിപ്പിലൂടെയാണ് ഇവർ വളർന്നത്. വലിയ ഹോട്ടൽ ഉടമകളായി മാറി. അതേപോലെ കാർ ഷോറൂമുകൾ അവർ തുടങ്ങി. അതേപോലെ തന്നെ ടൂർസ് ആൻഡ് ട്രാവൽസ് തുടങ്ങി, സ്കൂളുകൾ തുടങ്ങി. അങ്ങനെയുള്ള ആളുകളാണ്. നമുക്കറിയാം, ഒരാള് മലബാർ സിമന്റുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് വ്യാപകമായ രൂപത്തിൽ ഹോട്ടൽ ബിസിനസ് രംഗത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് മലബാർ സിമന്റിലെ വളരെ ഗുരുതരമായ ആരോപണം ഉയർന്നത്. അവിടുത്തെ അഴിമതിയുടെ പേരിൽ വിജിലൻസ് കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതോടൊപ്പം തന്നെ
മലബാർ സിമന്റിലെ ശശിധരൻ കൊലക്കേസിൽ അദ്ദേഹത്തിന്റെ 2 കുട്ടികളെയും കൊന്ന കേസിൽ, തൂക്കിക്കൊന്ന കേസിൽ, അവരെ ആത്മഹത്യ ചെയ്ത് എന്നാണെങ്കിലും കൊന്ന കേസിലെ CBI കേസിലെ പ്രതി കൂടിയാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി കൂടിയാണ്, എത്രയോ ദിവസങ്ങൾ ജയിലിൽ കിടന്ന പ്രതി കൂടിയാണ് ഈ പറയുന്ന വിവാദ വ്യവസായി, പാലക്കാട്ടെ ഒരു വ്യവസായി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള വ്യാപകമായുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്. അദ്ദേഹം കേരളത്തിലെ വിവാദ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ്. പിണറായിയുടെ ലാവലിംഗ് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എന്റെ അടുത്ത് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. എനിക്ക് 25 കോടി രൂപ വരെ ഓഫർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള വിവാദ വ്യവസായിയുടെ വീട്ടിൽ എന്തിനാണ് പോയത് എന്നുള്ള ചോദ്യം ആണ്. അതേ ഈ പറയുന്ന ജഡ്ജ് ഏത് കാറിലാണ് യാത്ര ചെയ്തതെന്നുള്ള വിവരങ്ങൾ നാളെ ഞാൻ പുറത്തുവിടാം. അപ്പൊ എന്തായാലും ഈ 2 വിവാദ വ്യവസായികൾ ആരാണെന്നുള്ള കാര്യങ്ങളുടെ ഞാൻ വളരെ വിശദമായി പുറത്തുവിടാം. ഇപ്പോൾ ജഡ്ജിയുടെ പേര് മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ഒരു DGP ഉണ്ട്. ആ DGP ഫോട്ടോ സഹിതം ഈ വിവാദ വ്യവസായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജഡ്ജിമാരെയൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് അറിയാമോ? അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് അറിയാമോ? മന്ത്രിമാരെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവരെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ വ്യാപകമായ രൂപത്തിൽ തട്ടിപ്പ് നടത്തും. ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് പല തട്ടിപ്പുകളും നടത്തുക. ജഡ്ജിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കേരളത്തിലെ പല ജഡ്ജിമാരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇവർ നടത്തുന്നത്. നമ്മളെ ഞെട്ടിക്കുന്ന, ചിന്തിക്കാൻ പോലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള, അവരുടെ പേര് കേസുള്ള, എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നിട്ടുള്ള, എൻഫോഴ്സ്മെന്റ് കേസുകളുള്ള, അതോടൊപ്പം കൊലപാതക കേസുകൾ പ്രതിയായിട്ടുള്ള 2 അവരിൽ ഒരാളാണ് കൊലപാതക കേസിലുള്ളത്. അങ്ങനെയുള്ള 2 വിവാദ വ്യവസായികളുടെ ആതിഥ്യം ആണ് ഈ ജഡ്ജ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെന്നൈ ഹൈക്കോടതിയിലെ ജഡ്ജിനെ കുറിച്ച് അവിടെ നിന്ന് നല്ലതാണെങ്കിൽ കിട്ടണമെങ്കിൽ ഇവിടെ വന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് പോലീസിനെ ഒഴിവാക്കി അതീവ രഹസ്യമായി, അതായത് കേരള പോലീസിനെ ഒഴിവാക്കി അതീവ രഹസ്യമായി, അതായത് സെക്യൂരിറ്റി കൊടുക്കണം ജഡ്ജി വന്നാൽ, ആ സെക്യൂരിറ്റി വന്ന കേരള പോലീസിനെ ഒഴിവാക്കി എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഏതൊക്കെ സ്ഥലത്തൂടെ പോകുന്നു എന്നുള്ളത് പുറത്തറിയാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുന്നത്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം തന്നെ ക്രൈമിന് കിട്ടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമുക്ക് നാളെ പറയാം. എന്തായാലും ഇപ്പോൾ ആ ജഡ്ജ് ആരാണെന്നുള്ള കാര്യമാണ്. 66 വയസ്സുള്ള അഹമ്മദാബാദിൽ അവിടുത്തെ ബാർ അസോസിയേഷൻ ഉണ്ടായിരുന്ന, അവിടെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായ, പിന്നീട് ഇപ്പോൾ ചെന്നൈ ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് ഷമീൻ അഹമ്മദാണ് ആ വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷെ അദ്ദേഹം വന്നത് ഇവിടെ വിവാദ വ്യവസായികളുടെ വീട്ടിലാണ്. അത് തീർച്ചയായും അദ്ദേഹത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിഷ്പക്ഷത ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ജഡ്ജിന് വേണ്ടത് എന്താണ്? അദ്ദേഹം ഒരു കളങ്കിതന്മാരായ ആളുകളുടെ കൂടെ യാത്ര ചെയ്യരുത്, അവരുടെ കൂടെ രഹസ്യ കാര്യങ്ങൾക്ക് പോകരുത്, അതേപോലെ അവരുടെ ബിസിനസ് പാർട്ടികളിൽ പങ്കെടുക്കരുത്, അവരുടെ വീടുകൾ സന്ദർശിക്കരുത്, അതേപോലെ അവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ അതെല്ലാം ചെയ്തിരിക്കുന്നു ജസ്റ്റിസ് ഷമീൻ അഹമ്മദ് എന്ന് പറയുന്ന ചെന്നൈയിലെ ജഡ്ജ്. അപ്പൊ ഇനി ആരാണ് ആ 2 വിവാദ വ്യവസായികൾ എന്നല്ലേ നമുക്കറിയേണ്ടത്? അതേപോലെ 2 മന്ത്രിമാരാണെന്ന് ആരാണെന്ന് അറിയണ്ടേ? കേരള മന്ത്രിസഭയിലെ 2 മന്ത്രിമാരാണ് ആ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഒരു DGP ആണ് ആ വിവാദത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും വിവാദത്തിൽ ഉൾപ്പെട്ട ഈ 2 മഹത് വ്യക്തികൾ, അതായത് വിവാദ ബിസിനസ്സുകാർ, കേരളത്തില് CPM ആയിട്ട് വലിയ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. രാഷ്ട്രീയ രംഗത്ത് എല്ലാ പ്രമുഖരായ ആളുകൾ കയ്യിലെടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഭരിക്കുന്ന LDF ആണെങ്കിൽ അവിടുത്തെ മന്ത്രിമാരായിട്ട് വലിയ ബന്ധമായിരിക്കും, മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുള്ള ആളായിരിക്കും. ഇനി മന്ത്രിസഭ മാറിയാൽ പുതിയ മന്ത്രിസഭയിൽ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്ന ആളുകൂടിയാണ് ഈ പറയുന്ന 2 ഈ ബിസിനസ്സുകാരും എന്നുള്ളതാണ് പ്രത്യേകത. ഇവരുമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളിലൊക്കെ ബന്ധമുണ്ട്. കോടിക്കണക്കിന് രൂപ കള്ളപ്പണം നിക്ഷേപം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് നടപടികൾക്ക് ഒരുങ്ങുകയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും അതിനുള്ള പരാതികളും എൻഫോഴ്സ്മെന്റ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ഷമീൻ അഹമ്മദ് എന്ന് പറയുന്ന ജഡ്ജ് വിവാദത്തിൽ പെട്ടിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ അതിന് തലി വരും എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നാളത്തെ ഈ കത്തിപ്പെടാൻ സാധ്യതയുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജുഡീഷ്യറിയിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഞാൻ പറയുന്നത്, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് ജുഡീഷ്യറിയാണ്, വിശ്വസിക്കുന്നത് ജുഡീഷ്യറിയാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. നന്ദി, നമസ്കാരം.